ഗുഡ് മോർണിംഗ് ആന്റി. വെരി ഗുഡ് മോർണിംഗ്. ആന്റി ഇന്നലെ ഉറങ്ങിയില്ലാന്ന് തോന്നുന്നു. എന്നെയും വിഷ്ണു ഇന്നലെ ഉറക്കിയില്ല. ഇങ്ങനെ ഒച്ച വെച്ച ഉറങ്ങാ നോക്കൂ ആന്റി. ഞങ്ങള് കുളിക്കാൻ പോവാ. ആന്റി വരുന്നോ? ഞാൻ കുളി കഴിഞ്ഞല്ലോ മോളെ. ഈ ഡയാനയ്ക്ക് ഒരു നാണവുമില്ല. ആന്റി എന്ത് വിചാരിച്ചാണ്? ഇന്നലെ രാത്രി ആന്റി ഇങ്ങനെ തന്നെ ആയിരിക്കും. മുഖം കണ്ടില്ലേ? എടോ ആ കല്ലങ്ങോട്ട് എടുത്തേ. എന്റെ കാലിലോട്ടല്ല, എടോ ആ കുഴിയിലോട്ട് എടുത്തേ. അയ്യോ നമസ്കാരം. ജോലിയെല്ലാം കഴിഞ്ഞോ ഗോവിന്ദ? ഗോവിന്ദൻ ജോലി ചെയ്യാറില്ല, ചെയ്യിപ്പിക്കാറേ ഉള്ളൂ. അതെനിക്കറിയാം. അല്ലാതെ അറിഞ്ഞാ മതി. ഗോവിന്ദ എന്തോ ഗോവിന്ദ, ഈ അസുലഭമായി ചെറിയ നിൽക്കുന്ന സ്ഥലങ്ങൾ അറിയാമോ നിനക്ക്? ഈ റയർ പ്ലാന്റ്സ്. ഒന്നും മനസ്സിലായില്ലല്ലോ. അതായത് ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചെടികൾ. അങ്ങനെ ഒരെണ്ണം കണ്ടുപിടിച്ചാൽ ഗോവിന്ദ, എന്തോ നിന്നെയല്ല ഭഗവാനെ, എനിക്ക് PhD കിട്ടും. ഗോവിന്ദ, എനിക്ക് PhD കിട്ടിയാൽ നേര് പകുതി ഞാൻ നിനക്ക് തരും. അല്ല സ്വാമി, എങ്ങനെ കൊണ്ടുപോകും PhD? PhD അല്ല, PhD. അത് തന്നെ, ആ ചെടി തന്നെ. അതെങ്ങനെ കൊണ്ടുപോകും? ലോറിയിൽ കൊണ്ടുപോകാമല്ലോ. ലോറിയിൽ. എന്നാ ശരി, വാ കാണിച്ചു തരാം. ഒരുമാതിരി ചെടികളൊക്കെ ഞാനൊക്കെ അറിയും. അതൊക്കെ വേറെ കാര്യം. നോക്കട്ടെ നോക്കട്ടെ. അയ്യോ എന്റെ അമ്മ, ഇതെന്താണ്? ആരാത്? എന്താണ്? പാമ്പ്. എവിടെ ഇരിക്കുന്നു പാമ്പ്. പാമ്പല്ലടാ, അതെ വേറാണ്. അല്ല, ഈ പാമ്പ് തന്നെ വേറായിട്ട് വരുന്നതേ. കേട്ടോ സാറേ, സാർ ഇവിടുന്ന് ഒരു ചെറിയ ചെടി പറിച്ചു കൊണ്ടുപോയി അവിടെ കൊണ്ട് ചെന്നാൽ സാറിനൊരു വലിയ PhD കിട്ടും. കേട്ടോ സാറേ, നോക്ക് സാറതെ, ഈ പൂവിന് സാറിന്റെ അട്ടാണിക്കൽ നെയിമിൽ എന്താണ് പറയുക? അട്ടാണിക്കൽ അല്ലടാ പൊട്ട, ബോട്ടോണിക്കൽ. എന്താണിക്കലും ആവട്ടെ, ഇതെന്ത് പറയും? ഇത് തുമ്പ. തുമ്പ എന്ന് പറഞ്ഞാൽ എന്താണ് ജോൺസാ? എന്തിനാ അയാളെ കൊണ്ട് കഷ്ടപ്പെടുന്നത്? തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. അതായത് റോക്കറ്റ് ഫ്ലോർ. നോക്കട്ടെ നോക്കട്ടെ. എന്റെ അമ്മോ, ഞാൻ സാറിന് വേറൊരു കൂട്ടം കാണിച്ചു തരാം. ഈ പൂവിന് ഇതിനെന്ത് പറയും? പൂവാ? കോളാമ്പി പൂ, ബേസൻ ഫ്ലവർ. എന്താ ചിരിച്ചത്? നിന്റെ ജോലി എന്താ? പോരട്ടെ. വണ്ടി ഓടിക്കൽ. വണ്ടി ഓടിക്കൽ. എന്നാ അത് ഓടിച്ചാ മതി. ഇടാ, ഞാൻ ഡെറാഡൂണിൽ പറഞ്ഞപ്പോ. അല്ല സാറ്, അത് ഞങ്ങളുടെ നാട്ടില് ഭയങ്കര തെറിയാ. ആണോ? ഡെറാഡൂണോ? ഞാൻ അവിടെ BSc പഠിക്കുമ്പോ. അപ്പൊ സാർ ഇവിടെ കേരളത്തിലല്ലേ പഠിച്ചത്? അല്ല. അതാ ഇത്ര വിവരം കുറഞ്ഞു പോയത്. അല്ല പാവയാണല്ലോടാ. അല്ല സാറേ, ഞാൻ പാരയാണെങ്കിൽ ഒരു പാരോപകാരിയാണല്ലോ അല്ലേ? സാറ് കാണിച്ചു തരാം. ഇതിന്റെ അപ്പുറത്ത് ഇതാണ് സൂയിസൈഡിംഗ് പോയിന്റ്. വേണ്ട, ആരും എന്നെ തൊടണ്ട. അനാഥശാലയിൽ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ഈ കുക്കെ തള്ളിട്ട് കൊല്ലാനായിരിക്കും. ഞാൻ മരിച്ച ആർക്കും ഒന്നുമില്ലല്ലോ. ഞാൻ അനാഥ. എന്താ വിഷ്ണു ഇങ്ങനെ? കേട്ടോ ആന്റി വിഷ്ണു പറഞ്ഞത്? എനിക്കൊന്ന് വിഷ്ണു മാത്രമേ ഉള്ളൂ. വിഷ്ണു തമാശ പറഞ്ഞതല്ലേ? ആരെന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷെ വിഷ്ണു ആ അപകടത്തിൽ അങ്ങനെ ഡാഡി മരിച്ചു. പിന്നെ ഞാൻ രണ്ടാനമ്മയുടെ തടവിലായി. ആകെ ഒരു ആശ്വാസം പള്ളിയിൽ വെച്ച് കാണാറുള്ള എന്റെ വിഷ്ണു ആയിരുന്നു.
വിഷ്ണു പള്ളിയിൽ വരുമായിരുന്നോ? ഫാദർ പയസിന്റെ അനാഥാലയത്തിലെ അന്തേവാസിയായിരുന്നു. ജോസഫ് എന്ന് ഫാദർ വിളിച്ചിരുന്ന എന്റെ വിഷ്ണു. ഡയാനെ പോലെ ഇത്ര പണക്കാരിയായ ഒരു പെണ്ണിന് എങ്ങനെ അനാഥനായ എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞു എന്ന് ഓർക്കുമ്പോ അല്പം തോന്നുന്നു. അതാണ് പ്രേമത്തിന് കണ്ണില്ല എന്ന് പറയുന്നത്. ഒരു കണക്കിന് നമ്മൾ രണ്ടും ഒരുപോലെ. ആരുമില്ലാതെ അനാഥനായവൻ ഞാൻ. എല്ലാരും ഉണ്ടായിട്ടും അനാഥയാളാണല്ലോ ഡയന. ജോസഫ്, ഡയന, ഫാദർ എന്നെ ജോസഫ് എന്ന് വിളിച്ചോട്ടെ, പക്ഷേ ഡയന എന്നെ വിഷ്ണു എന്ന് വിളിക്കാവൂ. ഓക്കെ? സോറി വിഷ്ണു. സമയം ഒരുപാടായി. ഡയന വീട്ടിൽ പോണ്ടേ? വിഷ്ണുവിന്റെ അടുത്തിരിക്കുമ്പോ ഞാൻ എല്ലാം മറന്നുപോകും. മരിക്കോളം ഇങ്ങനെ ഇരിക്കാൻ എനിക്ക് എന്ത് കൊതിയാണെന്നോ. RK സാറിന് IBയിലേക്ക് എന്നെ കത്തയച്ചിട്ടുണ്ട്. എന്റെ സ്പോൺസറായ ആ വലിയ മനുഷ്യൻ നമ്മെ സഹായിക്കാതിരിക്കില്ല. അപ്പൊ നമ്മൾ എന്നാ പോവുക? ഉടനെ. അല്ലെങ്കിൽ വിഷ്ണുവിനെ ഞാൻ നഷ്ടപ്പെടും, തീർച്ച. ഈ ലോകത്ത് സ്വന്തമെന്ന് അവകാശപ്പെടാൻ ഒന്നുമില്ലാത്തവനാണ് ഞാൻ. എന്റെ ഡയന അല്ലാതെ. നീ കൂടെ എനിക്ക് നഷ്ടപ്പെട്ടാൽ ഇല്ല, ഞാൻ അനുവദിക്കില്ല. വിഷ്ണു, ഡയന, പ്ലീസ് ഡേവിഡ്, നാളെ വേണ്ട. നോ 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 നോ, വി ആർ ആൾറെഡി ഫിക്സഡ് ദി പ്രോഗ്രാം. നാളെ നമ്മൾ പോകുന്നു. ഡയന, എന്താ ഡയനയ്ക്ക്? നിന്റെ തോന്നിയാസങ്ങളൊന്നും ഈ വീട്ടിൽ നടക്കില്ല. എനിക്ക് നിങ്ങളോട് അതേ പറയാനുള്ളൂ. തർക്കുത്തരം പറയുന്നോടി. എന്നെ കൊണ്ട് പറയിക്കുന്നത് നിങ്ങളാ. ഞാൻ നിന്റെ ചുറ്റുമയാണ്, സ്റ്റെപ്പ് മദർ. അതുകൊണ്ട് പെറ്റമ്മയാവില്ലല്ലോ. ഒരു സ്റ്റെപ്പ് മദർ. ഡയന, അലവണ്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. യു ഇഡിയറ്റ്. മേലിൽ എന്നെ ഭരിക്കാൻ വരരുത്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. നിന്റെ വീട്ടിൽ വരുമ്പോഴാണ് എനിക്കിതെല്ലാം ആശ്വാസം.